ദൈവതിരുനാമത്തിന് മഹത്വം. വന്ദരായ വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, മനുഷ്യ ജീവിതം ക്ഷണികമാണ്, ക്ഷണഭങ്കുരമാണ്. അത് വെള്ളത്തിലെ കുമിളകൾക്ക് സദൃശ്യമാണ്. എന്നാൽ ഒരു ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് അത് മരണം ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ തിരുവചനം പറയുകയാണ്: വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുവാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു, അത് അത്യുത്തമമല്ലോ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ഒരനുഭവമാണ് ഒരു ക്രൈസ്തവന് വിശുദ്ധ വചനം പ്രദാനം ചെയ്യുന്നത്. പ്രിയമുള്ളവർ, വിട്ടുപിരിയുന്നത് ഏറെ പ്രയാസമുള്ള ഒരു സംഭവമാണ്. വിട്ടുപിരിയേണ്ടത് എന്തിനെയൊക്കെയും വിട്ടുപിരിയണം. നമ്മുടെ ശരീരത്തെ വിട്ടുപിരിയണം. ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു പോകണം. പക്ഷേ ഈ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ശരീരം നമുക്ക് തന്നത് എന്നും വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും മാത്രമാണ്. കാരണം ഒരു വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ശരീരം വേദനിക്കുവാൻ തുടങ്ങി. ഇല്ലാത്ത അസുഖങ്ങളില്ല, ഇല്ലാത്ത വേദനകളില്ല. എന്നാൽ വിട്ടുപിരിഞ്ഞാൽ, ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയാൽ, അത് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരനുഭവമാണ്. ആത്മാവ് ദൈവത്തിന്റെ സന്നദ്ധിയിൽ. അതാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറഞ്ഞത്, വിട്ടുപിരിയണം. വീണ്ടും വിട്ടുപിരിയേണ്ടത് തന്റെ സ്വന്തം മക്കളെ, ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരെ ഒക്കെ വിട്ടുപിരിയണം. അതേറെ ദുഃഖകരമായ ഒരു അനുഭവമാണ് തന്റെ പ്രിയപ്പെട്ടവരെ വിട്ടുപിരിഞ്ഞാൽ. എന്നാൽ ചിന്തിക്കണം, പൗലോസ് ശ്ലീഹ ഇത് പറയുവാൻ കാരണം, വിട്ടുപിരിയുന്നത് ഈ ലോകത്തിൽ തന്നെ സ്നേഹിക്കുന്ന, ഒരുപക്ഷെ അവരും വേദനകളെ തന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം. പക്ഷെ ചെന്നു ചേരുന്നത് അമ്മയേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന ഒരു യേശുവിന്റെ സന്നദ്ധിയിലാണ്. അതാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറഞ്ഞത്, വിട്ടുപിരിയണം. വീണ്ടും വിട്ടുപിരിയേണ്ടത് തൻ്റെ സ്വത്തുക്കളും സമ്പാദ്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഈ ലോകത്തിൽ വിട്ടുപിരിയുന്നതിന് മുമ്പ് ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തെ അറിഞ്ഞ് ആരാധിച്ച് ജീവിക്കുവാൻ പറ്റുമെങ്കിൽ ഇവിടേക്കാളും നിക്ഷേപം സ്വർഗത്തിൽ, അവന്റെ സന്നദ്ധിയിൽ ആ നിക്ഷേപ പാത്രങ്ങൾ തുറക്കുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. നമുക്ക് മരണം നമുക്കൊരു ഭയമാണ്. പക്ഷേ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഞാനതിനു വേണ്ടി ആഗ്രഹിക്കുകയാണ്. എൻ്റെ കർത്താവിനോട് ചേരുവാൻ, എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവിനോട് ചേരുവാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, വീണ്ടും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തീമോത്തിയോസിനോട് പറഞ്ഞു, എൻ്റെ നിര്യാണം അടുത്തിരിക്കുന്നു. ഞാൻ പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. ധൈര്യപൂർവം പറയുവാൻ കാരണം, അദ്ദേഹം ജനനമെന്ന 3 അക്ഷരത്തിൽ നിന്ന് മരണമെന്ന 3 അക്ഷരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജീവിതമെന്ന 3 അക്ഷരം ദൈവത്തിന് സമർപ്പിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണ്. നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥനയിൽ എഴുതി വെച്ചു, വിലാപ ഭവനത്തിൽ പോകുന്നത് ഏറെ നല്ലത് വിരുദ്ധ ഭവനത്തിൽ പോകുന്നതിനേക്കാളും. കാരണം ഓരോ വിലാപ ഭവനങ്ങളും സന്ദർശിക്കുമ്പോൾ കണ്ണുകൾ 2 മടച്ച്, കൈകൾ നെഞ്ചത്തടക്കി, കാലുകൾ 2 കൂട്ടിക്കിടക്കുന്നത് കാണുന്ന ഓരോ മൃതശരീരത്തെ കാണുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കണം, നമ്മുടെ നിര്യാണ കാലം എപ്പോഴും അറിയുവാൻ പാടില്ല, ഏത് സമയം മരിക്കുമെന്നറിയുവാൻ പാടില്ല. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ദൈവത്തെ അറിഞ്ഞാരാധിച്ച്, എൻ്റെ ദൈവത്തിന്റെ പുത്രനായി ഇന്നെനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്ന് പറയുവാൻ സാധിക്കുമെങ്കിൽ ആ മരണം ഭാഗ്യകരമാണ്. എന്നാൽ ലോകം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി തന്റെ മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞു, എൻ്റെ ജീവിതം വെറുതെയായി പോയി. കാരണം അവസാനം മരിക്കുന്നതിന് മുമ്പ് തൻ്റെ അമ്മയുടെ മുഖമെങ്കിലും ഒന്ന് കാണുവാൻ, തൻ്റെ അമ്മയെ കാണുവാൻ ഏറെ ആഗ്രഹിച്ചു. തൻ്റെ വിശിഷ്ടരായ ഡോക്ടേഴ്സിനോട് തൻ്റെ ആഗ്രഹം പങ്കുവെച്ചു. എൻ്റെ അമ്മയുടെ മുഖം കാണുന്നത് വരെയെങ്കിലും എൻ്റെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകണം. ആ ഡോക്ടേഴ്സ് പറഞ്ഞ മറുപടി ഞാൻ വായിച്ചിട്ടുണ്ട്, ഞങ്ങളാരും ദൈവങ്ങളല്ല, ഞങ്ങളാരും ദൈവങ്ങളല്ല,
ഒരുപടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ, മരണത്തെ മാറ്റി നിർത്തുവാൻ ഞങ്ങളാരും ദൈവങ്ങളല്ല. അലക്സാണ്ടർ ചക്രവർത്തി വീണ്ടും തൻ്റെ അടുത്തിരുന്ന ശിഷ്യസമ്പത്തോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശവമഞ്ചം ചുമക്കുന്നത് വിദഗ്ധരായ ഈ ഡോക്ടേഴ്സ് ആയിരിക്കണം. കാരണം ലോകക്കാർ ചോദിക്കും, എന്താണ് ഈ ഡോക്ടേഴ്സ് ഈ ശവമഞ്ചം ചുമക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, അത് വിദഗ്ധരായ ഡോക്ടേഴ്സിന് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവൻ ഒരു പടി കൂടി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല, അവർ നിഷ്പ്രഭരായിരുന്നു എന്ന് പറയണം. വീണ്ടും കടന്നു പോകുന്ന വഴികളിലുമുള്ള എല്ലാം സ്വർണ്ണ നാണയങ്ങൾ വിതരണം. ആരെങ്കിലും ചോദിച്ചാൽ പറയണം, അലക്സാണ്ടർ ചക്രവർത്തി രാജ്യങ്ങൾ കീഴടക്കിയവൻ, സ്വർണങ്ങൾ വാരിക്കൂട്ടിയവൻ, ആ സ്വർണ്ണ നാണയം വഴിയിൽ വിതറിക്കൊണ്ട് കടന്നു പോകുന്നു. എൻ്റെ രണ്ട് കൈയും ശവപ്പെട്ടിയുടെ പുറത്തോട്ട് നീട്ടിയിടണം. ആരെങ്കിലും ചോദിച്ചാൽ പറയണം, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി സാമ്രാജ്യം കീഴടക്കിയവൻ കടന്നു പോകുന്നത് വെറും കൈയോടെ. അവനാണ് മരണത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞത്, എൻ്റെ ജീവിതം വൃഥാവായി പോയി. പ്രിയമുള്ളവർ, ഇവിടെ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്, ഇന്നെനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണോ? എന്റെ ദൈവത്തോട് ചേരുവാൻ എൻ്റെ ശരീരം ഇട്ടാൽ എൻ്റെ ദൈവത്തോട് ചേരുവാൻ എനിക്ക് സാധിക്കുമോ എന്ന് ഓരോ വിശ്വാസിയും ചിന്തിക്കേണ്ടതാണ് വിലാപഭവനം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ പിതാവ് ദേവാലയത്തോട് ചേർന്ന് അതിനേക്കാൾ ഉപരിയായി മക്കളൊക്കെ ദൈവത്തിന്റെ സന്നിധി സമർപ്പിച്ച് സെന്റ് മേരീസ് പള്ളിയുടെ ഒക്കെ സജീവ പ്രവർത്തകരായി സൺഡേ സ്കൂളിന്റെയും അതുപോലെ സ്കൂളിന്റെയും ഒക്കെ ചുമതലയിലൊക്കെ കൊണ്ടുവരുവാൻ സാധിച്ചത് ആ പ്രാർത്ഥനാ ജീവിതത്തിന്റെ മുമ്പിൽ മാത്രമാണ്. ഈ കുടുംബത്തിനോടൊപ്പം ഞാനും ദുഃഖത്തിൽ പങ്കുചേരുന്നു. എല്ലാ അനുശോചനവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വിലാപഭവനത്തിലേക്ക് കടന്നു വന്ന അതിശ്രേഷ്ഠമായ ഈ സംസ്കാര ശുശ്രൂഷയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുകയും ഏറെ ശ്രദ്ധേയമായ പ്രഭാഷണത്തിലൂടെ മരണത്തെക്കുറിച്ചും ഈ ലോക ജീവിതത്തിൽ നിരർത്ഥതയെക്കുറിച്ചും മരണാന്തര ജീവിതത്തെപ്പറ്റിയുള്ള നല്ല അറിവുകൾ നമുക്ക് പ്രദാനം ചെയ്ത് ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം നമുക്ക് നൽകിയ അഭിനന്ദനായ തോമസ് മാർ സാർക്സിനോസ് തിരുവനന്തപുരത്തിനോട് ഈ ഭവനത്തിൻ്റെ പേരിലും ഉൾപ്പെടുന്ന നമ്മുടെ ഇടവക സമർത്ഥപറിയാം കത്തീഡ്രൽ ഈ വേർപാടിലുള്ള ദുഃഖവും അനുശോചനവും ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയവേദനയോടെ അനുശോചനം ഞാൻ അറിയിക്കുന്നു. മണ്ണാട് പള്ളി വികാരിക്ക് വേണ്ടി, സഹവികാരിമാർക്ക് വേണ്ടി, പള്ളി ട്രസ്റ്റിമാർ, സെക്രട്ടറി അടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അടങ്ങുന്ന സമസ്ത ഇടവകയ്ക്ക് വേണ്ടിയുള്ള ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു. പല പള്ളിയിലെ പള്ളിവക സ്ഥാപനങ്ങൾ, ആത്മീയ പ്രസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ സമീപത്തുള്ള സൺഡേ സ്കൂൾ, കുഴിപ്പുരയിടം സൺഡേ സ്കൂൾ, പിന്നെ പള്ളിയിലെ ആത്മീയ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ കുഴിപ്പുരയിടം തെക്കുംഭാഗം പ്രാർത്ഥനയോഗം, ഇവിടുത്തെ പ്രാർത്ഥനാ കൂട്ടായ്മ, സെൻറ്റ് മേരീസ് പ്രയർ സെല്ല്, ഇവയ്ക്കെല്ലാം വേണ്ടിയുള്ള ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു. മണ്ണാട് ഹോസ്പിറ്റലിലും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ കുടുംബാംഗങ്ങൾ നല്ല സേവനങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഡിഗ്ന ഏറെ സ്തുത്യർഹമായ രീതിയിൽ സെൻറ്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സേവനമനുഷ്ഠിക്കുകയുണ്ടായിട്ടുണ്ട്. സ്കൂളിൻ്റെ പേരിലുള്ള പ്രത്യേകമായ അനുശോചനം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട നമ്മുടെ ബിനോയ് ഒത്തിരി നല്ല ശുശ്രൂഷകൾ നിർവഹിക്കുന്നുണ്ട്. ആ സ്ഥാപനങ്ങളെല്ലാം പേരിൽ പ്രത്യേകിച്ച് വിജയപുരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പേരിലുള്ള ദുഃഖവും അനുശോചനം ഞാൻ അറിയിക്കുന്നു. പിന്നെ പറയാനുള്ളത്, ഈ കുടുംബം ഉൾപ്പെടുന്ന കാളിയാങ്കൽ മണ്ണക്കുന്നേൽ കുടുംബയോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ ഒരു യൂണിറ്റാണ് താഴത്തേടത്ത് കുടുംബം. താഴത്തേടത്ത് കുടുംബത്തിൽ നിന്ന് ഈ നമ്മുടെ മത്സര പിതാവ് മാറ്റപ്പെടുമ്പോൾ കാളിയാങ്കൽ മണ്ണുകുന്നേൽ കുടുംബ യോഗത്തിനത് നഷ്ടം തന്നെയാണ്. കാളിയാങ്കൽ മണ്ണുകുന്നേൽ കുടുംബയോഗത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായ ദുഃഖവും അനുശോചനവും ഞാൻ അറിയിക്കുന്നു. അതോട് ചേർത്ത് പിന്നെ പറയാനുള്ളത്, ഗ്രാമത്തെ പരിശുദ്ധ സഭയിൽ കീഴിൽ പ്രവർത്തിക്കുന്ന അമ്മ വീട് എന്ന അനാഥാലയം, ആ അനാഥാലയത്തെ നല്ലപോലെ അറിയുകയും അതിന് വേണ്ട രീതിയിലുള്ള കരുതലുകളും ഒക്കെ കൈത്താങ്ങുകളും നൽകുന്ന ഒരു കുടുംബമാണ് ഇത്. പ്രത്യേകിച്ച് ഈ വാത്സല്യ പിതാവും ഈ കുടുംബാംഗങ്ങളൊക്കെ
ഏറെ നല്ല രീതിയിൽ അമ്മവീടിന് കൈത്താങ്ങ് നൽകുകയും അമ്മവീടിന് പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മവീടിന് വേണ്ടിയുള്ള ദുഃഖവും അനുശോചനവും ഹൃദയവേദനയോടെ അറിയിക്കുകയും ഈ വാത്സല്യ പിതാവിൻ്റെ ആത്മാവിന് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും അടിയിൽ നല്ല വിശ്രമം സാധിപ്പിക്കട്ടെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ ശുശ്രൂഷ സമാപിക്കുന്നു. ഇപ്പോൾ സംസ്കാരത്തിനായിട്ട് ഈ ഭൗതിക ശരീരം കൊണ്ടുവന്നതിന് മുമ്പായിട്ട് കുടുംബാംഗങ്ങൾക്ക് അന്ത്യോപചാര ഭക്തിക്കാണ് ചുംബനം കൊടുത്ത് യാത്രയാക്കേണ്ട സമയമാണെന്ന കാര്യം ഞങ്ങളെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുരിശ് മറ്റ് പള്ളി സാധനങ്ങളൊക്കെ ആംബുലൻസിലേക്ക് കയറ്റി വെക്കേണ്ടതുമാണെന്ന കാര്യം ഞങ്ങളുടെ സംഘത്തെ അറിയിക്കുന്നു. കരുണ നിറഞ്ഞവനേ, പുനരുത്ഥാനത്തിൽ നിന്നുടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. നിന്ന ഭയേ മൃതരേ, അബ്രഹാമിസഹാക്ക് യാക്കോബെന്നിവർ തൻ മടിയിൽ പാർപ്പിക്കാം. ഞങ്ങളുടെ സഹോദര പ്രകാശത്തിൻ മക്കളുടെ കൂട്ടങ്ങളിലേക്ക് നീ സമാധാനത്തോടെ പോകാം. തിരുസന്നിധിയിൽ പ്രീതി സമ്പാദിച്ച വിശുദ്ധന്മാരോടുകൂടെ സ്തുതി പാടുകയും ചെയ്യുക. സമാധാനത്തോടെ പോയി പ്രകാശമണവറയിൽ വസിക്കുക. ജീവന്റെ അറയിലേക്ക് നിന്നെ കൊണ്ടുപോയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തനിക്ക് മഹത്വമുണ്ടായിരിക്കട്ടെ. ൃഗഹായോ ദാസുവോ വദയേ മൗതോ വസരാബാൻ സബറോ ഭായാസുമീസേ. മൃതിയെ നുകർന്നുദ്ധാനത്തിൻ ശരണം തന്നവനാമുയിരിൻ നാഥൻ ധന്യൻ. സീനായ് മേലവരോ ഹം ചെയ്തീശൻ
തെളിവായി കാട്ടി. എരിതീയും വിധിയും നീക്കിയിട്ടിവനെ കാക്കുക നിൻ തനുവാ രക്തത്താലും. നിന്നിലുറങ്ങിടുമീ ദാസൻ നാഥ പ്രാപിച്ചാനഭയം നിൻ സ്ലീവായേ. Ebedo Carono Tobo la Abuda Bureshilim Dalail Tombim Dile. ഭീകരമാ വിധിയോ അതിവേദനയും നരകവുമേൽ കരുതേ നാഥാദാസൻ. നിന്നേറ്റോന ഈ ദാസനെ നീ ഏറ്റുപറഞ്ഞിടണം വാഗ്ദാനം പോ. Asomor washubu da abudo dilo tohebu sore dasar kuduma. തിരുനാമം തള്ള തോനാമിവനെ നരകത്തിൽ
തള്ളി ദരുദേ നാഥ ദ്രുതഗതിയ മരണം സവിധം പൂകി നിങ്ങളുടെ കൂട്ടതിൽ നീ നിന്നെ നീക്കി വത്സലരേ ദൂരെ തിന്തിരം നിൽക്കും അരികിൽ വരിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവേ സങ്കട കീർത്തനമെൻ പേർക്കായി പാടിടുവേ മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നേ മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോ ചുറ്റും പാർത്തേ തുണ ചെയ്യുവാൻ വന്നില്ലാരും വിളിക്കൂട്ടും നോർക്ക വെളിവാകും നാഥ നിന്ദൈവികമാം വലഭാഗേ നിർത്തണമെന്നേ വത്സലരേ സത്യം ഭയമാർന്നിടും കഠിന ഭയത്താ എൻ്റെ കഥ ഇളകിടും ജഗതീരക്ഷകന മശിഹാനൃപനൻ പേർക്ക് ആൾ വീട്ടത്തിനാൽ പോക്കും സങ്കടപൂർവം ഭുവന നിവാസികളെ ശുഭമോടു വാണിടുവേ ലോകമയന്മാർ ഇല്ല ഗുണം കാലം മൂലം പോക്കും നൽകാ എൻ്റെ കണക്കില്ല സർവരഹസ്യ വിധീശൻ തൻ തിരുസന്നിധിയിൽ വൈരൂപ്യം
സുമുഖ കേകും മൃതിയെ നീ സ്നേഹിതനോടു മോദിപ്പോനെ ഖേദിപ്പിക്കും. വന്നിനി നിൻ ഭരണം നീക്കി ദുഃഖിതരേ സ്വപ്രഭയാൽ മോദിപ്പിക്കും നാഥൻ ധന്യൻ. പാഴൊഴിയിലുയരും ശോശാന പൂക്കൾ വസ്ത്രം കൈപ്പണിയല്ലാത്തതു ചാർത്തിയിടും ആദാം മക്കൾക്കായി റോക്കോദിശ നെയ്ത വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. സകല മരിച്ചവർക്കും പുനരുത്ഥാനം നൽകുന്ന കർത്താവേ, നിനക്ക് സ്തുതി. നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും മരണം നിന്റെ കണ്ണുകളിൽ എത്ര വിലയേറിയതാകുന്നു. നിന്റെ മാഹാത്മ്യം മോശയെ കബറാക്കുകയും ലാസർ നാറിയ ശേഷം നിന്റെ ശബ്ദത്താൽ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. കൃപ നിറയും മശിഹ മൃതനാം നിന്ദാസൻ നുത്ഥാനം നൽകി നവ്യതയും സ്വർഗേ മോദവുമേകേണം. കണ്ണുകളിൽ കണ്ണീർ ശ്രുതികളിലാരാവം അയ്യം വിളിവായിൽ വ്യഥയകമേ നാഥ നൽകണമാശ്വാസം. വീണതിനിളവില്ല തോടി നടന്നോനേ കബറതിലേക്കേന്തോ നബരന്മാർ നാഥ നൽകണമാശ്വാസം. കലി തിന്ന പരാധം ഹൗവ ചെയ്തപ്പോ
പരിശുദ്ധനാകുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. ആകാശങ്ങളിരിക്കുന്ന ഞങ്ങളുടെ ഭാവം മറിയമേ, നിനക്ക് സമാധാനം. ദൈവമായ കർത്താവേ, താൽക്കാലികമായ ജീവിതത്തിൽ ഇപ്പോൾ വേർപെട്ട ഈ വർദ്ധലോകത്തിന് യാത്രയായിരിക്കുന്ന ആത്മാവ് പുനരുദ്ധാന ദിവസം വരെ ആശ്വാസവും സന്തോഷവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് അയക്കാം. നിന്റെ വിശുദ്ധമായ ലേഖമാരാൽ നയിക്കപ്പെടുവാനോട് പ്രശ്നോട് നിന്നെതിരേൽക്കുവാൻ സംഗതിയാക്കണമേ. ഞാൻ വിസ്മൃതനായ പാഴ്പാത്രം പോലായ ഞാൻ സന്തോഷവും മനവേദനയിരിക്കുന്നവരുടെ ദൈവമായ സ്തുതി. എന്റെ ദാസന്റെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകലപെരുന്നാളിൽ നേരങ്ങളിൽ കാര്യങ്ങൾ തന്നെ നാം ഓർത്തുമാത്തപ്പെടുത്തണം. പാലക്കുമ്പോൾ ആദിത്യമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവിയും സ്വരത്തിന്റെ സൃഷ്ടാവും ലോകത്തെയും വലിയ സ്വാതന്ത്ര്യങ്ങളെയും ക്രമീകരിക്കുന്നതിനുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മകനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാവുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യ സൃഷ്ടിക്ക് ബോധനമില്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ അനുഗ്രഹങ്ങളുമാവുന്നു. മരണത്തെ മായ്ച്ചു കളയുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹായ നിന്റെ വത്സലപുത്രനായ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകലാത്മാക്കൾക്ക് രക്ഷയും മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ഈ ലോകത്തിൽ നിന്നും ശ്രേഷ്ഠവും മനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താധികർത്താവിന് ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവയെ ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്നും വേർപെട്ട യാത്രയായിരിക്കുന്ന ഇതിന്റെ ദാസന്റെ മരണാനന്ദ ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്നും യാത്രയാക്കിയ സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്നവരായ സമാധാന മാലാഖമാർ മൂലം
ഇവന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ കർത്താവേ. ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഇവന്റെ ആത്മാവിനെ രക്ഷിച്ചു കൊള്ളണമേ. എതിരാളിയുടെ ബന്ധനത്തിൽ നിന്നും അതിനെ വിടർത്തണമേ. തിരുനാമഭക്തരും ദൈവമാചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്ന പോലുള്ള സേനകൾ ഇവനും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവന്റെ പാപങ്ങൾ പൂർണ്ണമായും പരിഹരിക്കണമേ. ഇവന്റെ തെറ്റുകളെ നിന്റെ ദയയാൽ പൂർണ്ണമായും ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി കൊടുക്കണമേ. കൃപാപൂർണമായ വലങ്കയിൽ ഇവന് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്നും ഇവനെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവനെ സഹായിക്കണമേ. പിശാചികളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്നും ഇവനെ രക്ഷിച്ചു കൊള്ളണമേ. ഇവന്റെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്ക പോലെ ഇവനെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ സർവരും കുറ്റക്കാർ തന്നെയാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെ നിന്റെ മഹാകരുണയെ ഞങ്ങളിലും ഇവരിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തെ രക്ഷിക്കുണ്ടായ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്റെ വേഷിക്കുമാറാകണമേ. നിന്റെ കരുണയും ഇവന്റെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൻ വിശ്വസിച്ചതായ ജയമുള്ള ശ്രീവായുവിന് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശത്രുവായ സത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ച് ഭാഗത്തക്കവണ്ണം നിന്റെ കരുണ ഇവനിലുണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമഭക്തർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നവരെ ഈ നിന്റെ ദാസന് കോട്ടയും അനിയായും ആനന്ദകരവും പൗരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാൻ ഇടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനതരായിരിക്കുന്നവർക്ക് പ്രസന്നം നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മനുഷ്യരായുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളുടെ വഹിച്ചിരിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗീരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടെയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രതിഷ്ഠതയെ ലജ്ജാരഹിതമായ പ്രസന്നങ്ങളോടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി തിരുവാവിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായ യേശുദരും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസകമായി ഞങ്ങളെ എല്ലാവരെയും ആദിന്യമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്നിയോ ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെയും നിന്റെ വിശുദ്ധവുമായി സ്തുതിച്ച് വാഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ വിട്ടുമാറിയിരിക്കുന്ന ആത്മാവിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുകളുടെ കഠിനബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസം അദൃശ്യമായ ശത്രുക്കളുടെ അദൃശ്യഗണത്തിൽ നിന്ന് ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവം ഈ ആത്മാവ് യാത്ര ചെയ്ത് വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണത്തിലെ ചെന്നേരുവാൻ ഞങ്ങൾ അതിന്റെ മഹാകരുണ്യ സംഗതിയാക്കുകയും ചെയ്യണമേ. ധന്യൻ
നീതിയോടെ ഹൃദയത്തെ ഉണർത്തുവിൻ, നിങ്ങൾ പാപം ചെയ്യരുത്. ചില ആളുകളിൽ ദൈവത്തെ കുറിച്ചുള്ള അറിവ് ഇല്ലാതിരിക്കുന്നു. നിങ്ങളെ ലജിപ്പാനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരുവൻ മരിച്ചവരെങ്ങനെ പുനരുത്ഥാനം ചെയ്യുമെന്നും ഏത് ശരീരത്തോടുകൂടി വരുമെന്ന് ചോദിച്ചേക്കാം. ഓഷ, നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല, ഗോതമ്പിന്റെയോ യവത്തിന്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിന്റെയോ വെറും മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒരുപോലെയല്ല. മനുഷ്യന്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ്സൊന്ന്, ഭൗമികരുടെ തേജസ്സൊന്ന്. ആമീനായി ബാറക്കോ. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ പ്രകാരം തന്നെ പുത്രൻ ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അതിപ്പോൾ തന്നെയുമാകുന്നു. എന്നാൽ പിതാവിന് തന്നെ തന്നെ ജീവനുള്ള പ്രകാരം പുത്രന് തന്നെ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാലും മനുഷ്യപുത്രനാകുന്നു. ശവക്കലറയിൽ സ്ഥിതി ചെയ്യുന്നവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇത് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെല്ലാവരും സങ്കടത്തോടും കൂടി യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനും മരണത്തിന്റെയും യോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജനങ്ങളുടെയും ദൈവമായ നിശ്ചയാനമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവനമാകുന്നതിന് വിശ്വസിക്കുന്ന നിത്യജീവനുള്ളവനായ
ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്ന നനച്ചിരവിശേഷനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണഗതികാലിൽ തുടങ്ങിയ തലവരെത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് എത്തിപ്പെട്ടിരിക്കണമെന്ന് കൽപ്പിച്ച് ക്രമീകരിച്ചിരുന്ന വിഷയതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വന്തമായി രക്ഷിച്ചവനെ കർത്താവേ, ദുഷ്ടന്മാരുടെ പിടികൂടുവാൻ അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ പിതാവിന്റെ ആത്മാവിനെ രക്ഷിച്ച് സ്വർഗ്ഗവാസത്തിൽ എത്തിക്കുമാറാകണമെന്ന് എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകലപരിശുദ്ധന്മാരോട് ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുത്ഥാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ എന്ന് 3 പ്രാവശ്യം കുറിയലായി ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇങ്ങനായ കറിയൽ പ്രിയ കോർപ്പിസ്കോപ്പ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, സ്നേഹം നിറഞ്ഞ വിശ്വാസികളുടെ സമൂഹം, കളിയാങ്കലായ മണ്ണുകുന്നൽ താഴത്തെടുത്ത തീയെ ചെറിയാൻ നമ്മളൊക്കെ സ്നേഹത്തോടെ കുഞ്ഞുഞ്ഞപ്പനെ തുടയ്ക്കുന്ന ഈ പിതാവ് 87 വത്സരം ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവം കൊടുത്ത ആയുസ് പൂർത്തീകരിച്ച് ദൈവത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ്. മരണം മക്കളെ സംബന്ധിച്ചിടത്തോളം, ജീവിത പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം, കുടുംബാംഗങ്ങളെ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രായത്തിലാണെങ്കിലും വേദനാജനകമാണ് വേർപാട്. പ്രത്യേകിച്ചും മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ ശാരീരികമായിട്ട് ഇനിയും ഈ പിതാവിനെ കാണുവാനായിട്ട് സാധ്യമല്ല എന്നുള്ള ചിന്ത അവരെയൊക്കെ ഏറെ വേദനപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലും നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലും പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകൾ, ഇന്ന് ചൊല്ലിക്കേട്ടതായ പ്രാർത്ഥനകളും ഗീതങ്ങളും ഒക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം ഇല്ല എന്ന് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തിന്മേലുള്ളതായ വിജയമാണ് ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ ശക്തി. യേശുക്രിസ്തു മരണത്തിന്റെയും സാത്താന്റെയും ശക്തിയെ തോൽപ്പിച്ചു എന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മരണം രക്ഷാകര പദ്ധതിയുടെ ഒരു ഭാഗമാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദമും ഹവ്വായും അവരുടെ പാപമുഖാന്തരമായിട്ട് മരണം ഈ ലോകത്തിലേക്ക് കടന്നു വന്നുവെങ്കിൽ കർത്താവ് മരണം കുരിശിൽ വരിക്കുന്നതോടുകൂടിയാണ് ഈ ലോകത്തിൽ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം വഴിയായിട്ട് സ്വയം ശൂന്യമാക്കപ്പെടുന്നത് വഴിയായിട്ട് ആ സ്നേഹമുഖാന്തരമായിട്ട് നമ്മളൊക്കെ ജീവന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. നമ്മുടെ പാപത്തെ കർത്താവ് ചുമലിലേറ്റി ആ പാപത്തിന്റെ പരിഹാരമായിട്ട് ക്രിസ്തു തന്റെ ജീവനെ കുരിശിൽ കൊടുത്തത് കൊണ്ടാണ് നാം ഒക്കെയും മരണത്തിന്റെ ആ പിടിയിൽ നിന്ന് വിട്ട് ജീവനുള്ള അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ മരണം പരാജയമാണെന്ന് അവനെ വിമർശിച്ചവരൊക്കെ പറഞ്ഞപ്പോൾ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ക്രിസ്തു മരണത്തിന്മേൽ വിജയം സമ്പാദിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ പുനരുത്ഥാനത്തിന്റെ വാഗ്ദത്തം ലഭിച്ച് കടന്നു പോകുന്ന കർത്തദാസനാണ് ഇന്ന് നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്നതെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുന്നുവെങ്കിൽ, ക്രിസ്തു പുനരുത്ഥാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പുനരുത്ഥാനത്തിന്റെ അനുഭവം ഉണ്ടാകുമെന്നുള്ള ബോധ്യം ഈ കടന്നു പോകുന്ന കർത്തൃദാസനും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ മരണത്തെക്കുറിച്ച് പ്രയാസപ്പെടുകയില്ല, ആശങ്കപ്പെടുകയില്ല. അതുകൊണ്ടാണല്ലോ ലാസറിന്റെ ഉയർപ്പ് ദൈവം കൊടുക്കുന്നത്. ലാസർ ദൈവത്തിൽ വിശ്വസിച്ചവരായിരുന്നു. ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും അവിടെ പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്കുണ്ടായിരുന്ന ദൈവത്തിലുള്ളതായ വിശ്വാസം, ആ പൂർണ്ണമായ വിശ്വാസമാണ്. ലാസർ മരിച്ചിട്ടില്ല, അവന് ചീഞ്ഞണഞ്ഞവനായ ലാസർ കർത്താവിന്റെ ശബ്ദം കേട്ടാൽ പുറത്ത് കടന്നു വരുന്നു. അതുകൊണ്ട് ആ വിശ്വാസത്തോടുകൂടെ ഈ പിതാവിനെ നമുക്ക് യാത്രയാക്കുവാനായിട്ട് കഴിയും. പരിശുദ്ധനായ തോമസ് ലീഹ AD 52 ബലങ്കരയിലേക്ക് കടന്നു വന്നപ്പോൾ ചില കുടുംബങ്ങളിൽ നിന്നാണ് പൗരോഹിത്യത്തിലേക്ക് വിളിച്ചടിച്ചത്. അതിലൊരു കുടുംബമാണ് കാളിയാങ്കൽ കുടുംബം. ഒന്ന് ആ കാലഘട്ടങ്ങളിൽ പ്രശസ്തമായ
കുടുംബമായിരുന്നു കാളിയാങ്കൽ കുടുംബം. അതുകൊണ്ട് പൗരോഹിത്യ വൃന്ദത്തിലേക്ക് തെരഞ്ഞെടുത്തതായ ഒരു കുടുംബത്തിൽ ജനിക്കുവായിട്ട് ഭാഗ്യം സിദ്ധിച്ച വ്യക്തിത്വമാണ് ഈ പിതാവ്, കാളിയാങ്കലായ മണ്ണക്കുന്നൽ കുടുംബം. അതുകൊണ്ട് ആ കുടുംബത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണെങ്കിലും മക്കളെ നെബുവാണെങ്കിലും ബിനോയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിത മാതൃക പിന്തുടരുന്ന ഒരു വ്യക്തിയാണ്. ബിനോയെ സംബന്ധിച്ചിടത്തോളം മണക്കാട് സെന്റ് മേരീസ് കത്തീഡ്രലിന്റെ ആഗോള മറിയൻ തീർത്ഥാടന കേന്ദ്രമായി പള്ളിയുടെ ട്രസ്റ്റിയായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പോൾ എത്രമാത്രം പരിശുദ്ധ സഭയുമായിട്ടും അതോടൊപ്പം തന്നെ ഈ പള്ളിയുമായിട്ടും, നമുക്കറിയാം മലങ്കരയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് മണർകാട് പള്ളി. ആ പള്ളിയുടെ ട്രസ്റ്റിയായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഈ പിതാവിന്റെ ഏറ്റവും വലിയ പഠിപ്പിക്കലാണ്. അദ്ദേഹം കാണിച്ചു കൊടുത്ത നല്ല വഴികൾ, മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുന്ന വഴിയിൽ കൂടെയാണ് അവരൊക്കെ ഗമിക്കുന്നത്. ഈ പിതാവിന്റെ സഹോദരന്റെ പുത്രൻ ബിനു ആണെങ്കിൽ ഈ പള്ളിയുടെ മുൻ ട്രസ്റ്റി ആയിട്ടും ഇപ്പോൾ നമ്മുടെ മണർകാട് സെന്റ് മേരീസ് ഹോസ്പിറ്റലിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്തുകൊണ്ടും പള്ളിയുമായിട്ടൊക്കെ ഏറെ അടുത്ത് പ്രവർത്തിക്കുന്ന, തന്റെ പിതാക്കന്മാര് കാണിച്ചു തന്ന വഴികളിൽ കൂടെ ജീവിച്ച് തന്റെ ജീവിതത്തിലും അത് കാത്തു സൂക്ഷിച്ച് തന്റെ മക്കൾക്കും അതൊക്കെ പകർന്നു കൊടുത്ത് ഈ ലോകം കടന്നു പോകുന്ന ഈ ഒരു സത്യവിശ്വാസി ദൈവത്തിന്റെ തിരുസ്ഥിതിയിൽ ശ്രേഷ്ഠനായി കാണപ്പെടും. ഈ ലോകത്തിൽ നന്മ ചെയ്യുവാനായിട്ടും ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുവാനായിട്ടും സാധിച്ചതായ ഒരു പിതാവ്. അതാണ് വാസ്തവത്തിൽ ഇനി മക്കൾക്ക് ചെയ്തു തീർക്കുവാനായിട്ട്, കൊച്ചുമക്കൾക്ക് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്തു തീർക്കുവാനായിട്ട്, ഈ വിശ്വാസത്തിൽ ഊറ്റക്കൊണ്ട് ദൈവത്തെ ദർശിക്കുവാനായിട്ട്, ദൈവിക മഹത്വമുള്ളവരെ തീരുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ പേരില്, ഭദ്രാസനത്തിന്റെ പേരില്, ആത്മീയ സംഘടനകളുടെ പേരിലുള്ളതായ എല്ലാവിധമായ അനുശോചനവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് കുടുംബാംഗങ്ങളെ, കാളിയാങ്കലായ മണ്ണക്കുന്നേൽ താഴ്ത്തടുത്ത കുടുംബാംഗങ്ങളെ അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഇപ്പോൾ ഇറക്കി വെച്ച് മുങ്ങുള്ള സമയമാണ്. അതിനുശേഷം സത്യപിതാവിൻ്റെ മുഖം ശ്വസപ്പാട് കൂടുന്നതാണ്. ആർക്കെങ്കിലും ഒരു നോക്ക് അതിനെ കാണാനുണ്ടെങ്കിൽ പ്രസംഗാനുണ്ടെങ്കിൽ ഒന്ന് കണ്ട് ചുമരം കൊടുക്കുന്ന വിരോധമില്ല. ഉടൻ തന്നെ ഈ മുഖം ശ്വസപ്പാട് കൂടുന്നതായിരിക്കും. Yeah.
ഉണ്ടാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഇവൻ അയച്ചു കൊടുക്കുമാറാകണമേ. ഇവന്റെ പ്രദേശത്തിൽ ഇപ്പോൾ വീഴ്ത്തപ്പെടുന്ന ഈ പരിശുദ്ധതയും മുഖാന്തരം പോയാറിൽ പതിയിരുന്ന് മനുഷ്യന്മാർക്കുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവൻ വഴുതി രക്ഷപ്പെടുമാറാകണമേ. പ്രകാശപാനങ്ങൾ വിശുദ്ധന്മാരുടെ ആനന്ദത്തിലേക്ക് അവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടുകൂടെ നിരക്കുന്ന പിതാവിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിപാടുകയും ചെയ്യുവാനാകണമേ. പാർക്കുമാർ പ്രയത്നങ്ങളിലുള്ള വിശ്രമത്തിലും യുദ്ധങ്ങളിലുള്ള സംരക്ഷണത്തിലും വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലമൊഴിക്കപ്പെടുന്നു. മണ്ണാകുന്നോണ്ടിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത പ്രകാരം കർത്താവേ, ഇതാ തിരുവിഷ്ടം ഈ ദാസനിൽ നിറവേറിയിരിക്കുന്നു. ഭവനത്തിലേക്ക് നാം പോകുന്നു. നിങ്ങൾ ജീവിപ്പിക്കും. നിൻവരെ വലി കൂടും. സാത്താനെ കഷ്ടം നിങ്ങളുടെ ഭരണം മെസ്സികമായിരിക്കും. കർത്താവിൻ ദിവസം മൃതരേക്കും സംസ്കൃതം എഴുന്നേൽക്കും. അവൻ സ്ഥാനവും തരണം ചെയ്തിടുവാൻ കത്രോസ്ലിവാപാലവതാകട്ടെ. സ്തുതിഗീതത്തോടൊത്തു തുടങ്ങിയിടും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ മാത്രം കർത്താവാകുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവ്വശക്തനായ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നാം മാത്രമുള്ളതും നീ എന്നേക്കും മഹത്വങ്ങൾ പ്രാഭവമുള്ളവനുമാവുന്നു. ജീവയുടെ പരിശുദ്ധർക്കും പുകഴ്ച ചേർച്ചയാകുന്ന സമയത്തേക്കുണ്ടായിരിക്കട്ടെ. കർമ്മയുടെ വാദം ഞങ്ങളുടെ മോഹങ്ങളുടെ നേരെ അടയ്ക്കരുത്. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളോട് ചെയ്യണമേ. ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സത്താവായ സത്യേക ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വലോകർക്കും പിതാവ് ജനിച്ചവനും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യതയും
ദൈവത്തിനോട് സത്യം ചെയ്യുവും ജനിച്ചവനെ സൃഷ്ടിയല്ലാത്തവനും സാരാവസൽപിതാവിനോട് സമത്വമുള്ളവനും തന്നാസകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ രൂപയിൽ നിന്നും ദൈവമാതാവാശുദ്ധകന്യമറിയാമിൽ നിന്നും ശരീരമായി തീർന്നു മനുഷ്യരായി പൊന്തിയോസ് പീലാത്തോസ് ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു, കഷ്ടത അനുഭവിച്ചു, മരിച്ചു അടക്കപ്പെട്ടു. തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തത്തെ സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും വിളിപ്പാൻ തന്റെ വലിയ മാസത്തോടെ നീയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിനോട് മുതിർന്നവരുടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള യഹോവയിലും കാതോലികവും സ്ലൈകവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോടെ ഉയർപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, പള്ളിയിൽ വെച്ച ശുശ്രൂഷകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ചു ശ്രദ്ധേയമായ പ്രഭാഷണത്തോടെ നമുക്ക് ആശ്വസിപ്പിക്കുക സംസാരിക്കുകയും ചെയ്തു. പരിശുദ്ധ യാക്കോബായ സ്വകാര്യ സഭയുടെ പിതാനായ അധിപദാസന റാലി മേഖല മെത്രാപ്പൊലീത്ത റോൾഫ്, ഈ ഇടവകയെ വളരെയേറെ സ്നേഹിക്കുന്ന അഭിനന്ദനായ കുര്യാക്കോസ് യുവാനോസ് തിരുവൻസ് ചെയ്തുകൊണ്ടുള്ള സ്നേഹവും സന്തോഷവും നന്ദി കാര്യങ്ങൾ ഉണ്ടെന്നതിൽ കൊടുക്കുകയോ. അതിലുപരിയായിട്ട് ഈ പള്ളി നമ്മുടെ പള്ളിയിലെ വികാരി സഹവികാരിമാരെ കൃഷിമാരെ സെക്രട്ടറി അടങ്ങുന്ന സമസ്ത ഇടവയ്ക്ക് വേണ്ടി ഇപ്പോൾ ഏറെ വിനയത്തോടെ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ സംസ്കരിക്കുവാനായിട്ട് ഈ ഫൗണ്ടീസിലും സെമിത്തേരിയിൽ കൊണ്ടുപോകും. ആദ്യം മരക്കുരിശെടുക്കുക, പിന്നെ 2 മേലിക്കാരെടുക്കുക, അതിനുശേഷം അതിന് പിന്നാലെ ഈ ഫൗണ്ടീസിലുമായിട്ട് നമുക്ക് സെമിത്തേരിയിൽ പോകാം എന്ന് മക്കൾക്കുദ്ധാനം വാഗ്ദത്തം ചെയ്തോന്മശിഹ നിൻ ശരണത്തിൽ നിദ്രിതരാ ഭക്തർ കരുളണമു ധാനം. ബിരുദഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പന അനുസരിച്ച് പരിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങളെല്ലാവരും നിന്ന് ആ ദൈവികമായ തിരുവഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളി വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകുമാറാകും. നമ്മുടെ കർത്താവ് തൻ്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും പഠിപ്പോടും വിശുദ്ധിയോടും കൂടെ നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശുവിശ നിങ്ങൾക്ക് ഉത്തരമരുന്നു. ഐശ്വര്യസമ്പൂർണമായ തൻ്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി അയച്ചുകയും ചെയ്യും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കണ്ടാലും ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി വിളിക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം എന്ന് അനുഭവിച്ചുകൊള്ളുകയും എന്നള്ളി ചെയ്യുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാകട്ടെ. നിങ്ങളെ വാങ്ങിപ്പോരുടെ പ്രത്യേക തൻ്റെ സൗന്ദര്യത്തിൽ പ്രാപിച്ചിരിക്കുന്ന മിശിഹായുടെ ദാസന്റെ പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഇവനെ തന്റെ വലത്ത് ഭാഗത്ത് വിളിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഇവന്റെ വാസവും ആനന്ദവും ആയിത്തീരുമാറാകട്ടെ. മഹാഭാഗ്യവതിയും പരിശുദ്ധയുമായ
ദൈവമാതാവായ വിശുദ്ധ മറിയാമിനെയും സർവ്വപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവം തന്റെ സന്തതികളിൽ തന്റെ ദാസനും ആരാധകനുമായ അവിടുത്തെ വാത്സല്യ മകനെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിന്മേൽ ദൈവത്തിന് കാരണം എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കുമായിട്ട് പള്ളിയുടെ പരിസരത്തിൽ സർക്കാർ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അതിൽ പങ്കാളിയാകണം എന്ന് പ്രയോജന കുടുംബാംഗങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങളെ അറിയിക്കുന്നു. മരിച്ച 3 ദിവസമായി ഇന്ന് സംസ്കാരം നടക്കുന്നുണ്ട്. നാളെ വിശുദ്ധ കുർബാന ഓർക്കുവാൻ തക്കവണ്ണം പള്ളിക്കാരത്തെ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് എഴുതി ക്രമീകരിക്കണമെന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കബറിംഗ് പ്രാർത്ഥനയുള്ള സൗകര്യം ഉണ്ടായിരിക്കും. നിങ്ങളുടെ സ്നേഹത്തെ അറിയിക്കുന്നു. പറക്കുമ്പോൾ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചവരായ കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ സംസ്കാര ശുശ്രൂഷയിൽ ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങൾ എല്ലാവരെയും ദൈവമായ കർത്താവ് കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതമേറിയ സിംഹാസനത്തിൽ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നടന്ന സമയത്തിലും ദൈവങ്ങളാണ് അപേക്ഷിക്കുന്നതാമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേക കത്തസഭയിലേക്ക് യാത്രയായിരിക്കുന്ന നമ്മുടെ വാത്സല്യ പിതാവിന്റെ ആത്മാവോടുകൂടിയും ഇന്നുമെന്നാളും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകണമേ. ആമീൻ. നിങ്ങൾ പ്രത്യേക സ്പെഷ്യൽ വണ്ടിയിൽ വന്ന ആൾക്കാർ അവർക്ക് തിരിച്ചു പോകാൻ തക്കവണ്ണം വാഹനം തിരിച്ച് പടിഞ്ഞാറോട്ട് തിരിച്ച് നിർത്തണമെന്ന് അറിയിക്കുന്നു. കാപ്പി പിടിച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പെട്ടെന്ന് പോകാനായിട്ടുണ്ട്. അതുകൊണ്ട് ആ വാഹനം പടിഞ്ഞാറോട്ട് തിരിച്ചു വരണമെന്ന് അറിയിക്കുന്നു. കരുണ നിറഞ്ഞവനേ പുനരുത്ഥാനത്തിൽ നിന്നുടെ സൃഷ്ടിയെ നീ പുതുതാ